ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതറാകുന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം പൊരുതും. അതെ, ഒരു മതത്തിനെ മാത്രം ഇങ്ങനെ ചൂഷണം ചെയ്യണ പോലെ ഇവിടുത്തെ മോർച്ചറിയിൽ ഒരു ശവം കൂടി ഞാൻ കേട്ടു. അവരുടെ കുറവുകളും കുറ്റങ്ങളും മാത്രമാണല്ലോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയാണോ? അല്ലല്ല, ഞാൻ ഇസ്ലാമല്ല. പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് കഥാപാത്രം കൂടി ഒന്ന് ആയിക്കഴിഞ്ഞു വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. ഞാനൊരു ഹിന്ദുവാണ്. ഇനി ഒരു അക്ഷരം പറയണ്ട എന്റെ സിയേടി കുട്ടാ. ഇസ്ലാമിലെ വിമർശിക്കുന്ന നമ്മൾ മോശമായിട്ട് എന്താ പറഞ്ഞേ? അല്ല, മോശമായി പറഞ്ഞാല് നീ അങ്ങനെ അങ്ങോട്ട് കടന്ന് ചിന്തിക്കണ്ട, മോശമായി പോയെന്നോ പറഞ്ഞത് തിരിച്ചെടുത്തു. എല്ലാ മതത്തിലും പല മോശപ്പെട്ട കാര്യങ്ങളും നടക്കാറുണ്ട്. അത് തനിക്കൊക്കെ അറിയാം. താനാരാ? അല്ല, അപ്പോ ഒരു മതത്തിനെ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഈ എന്താ പറയാ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഇങ്ങനെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കണെന്ന് ചോദിക്കണേ. നിങ്ങൾ ഈ ഒരു ലോകത്ത് മതത്തിന് മാത്രം മതിച്ച് നടക്കുന്ന കാര്യമൊന്നും അറിയില്ല ഇപ്പൊ. ലോകത്ത് നടക്കണ എന്താ ഈ മുസ്ലിംസിന്റെ ഈ ക്രൂരത, മുസ്ലിംസിന്റെ ഈ ക്രൂരത എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്ന്. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇവിടെ അത് പോട്ടടാ ലാബു. അല്ല പിന്നെ ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? ലോകത്ത് നടക്കുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അസർബൈജാനിലും ജോർജിയയിലും ലഹള. ബാൾട്ടിക് രാജ്യങ്ങൾ നേരത്തെ പോയി, അതോടെ റഷ്യ തീർന്നു. അതായത് ഇപ്പോ ഇസ്രായേൽ പലസ്തീൻ അങ്ങനത്തെയൊക്കെയാണോ ഉദ്ദേശിക്കണേ? എല്ലാം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതിന്റെ പിന്നിലുള്ള മതങ്ങൾ ഏതാന്ന് പറയാം. എന്തോ ഇത് വഖഫ് നിയമം, യൂണിഫോം സിവിൽ കോഡ്, യൂണിസെക്സ് യൂണിഫോമിനെതിരെയുള്ള പ്രക്ഷോഭം, സ്വർഗ ലൈംഗികതയ്ക്ക് എതിരെയുള്ള നീക്കങ്ങൾ. ഒക്ടോബർ 7 ഇസ്രായേലിൽ നടത്തിയ അക്രമം, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മതം ഏതാണ്? മുസ്ലിമാണ്. ഞാൻ അങ്ങനത്തെ കേൾക്കൂ. ഇനി നെതർലാൻഡ്സിൽ കഴിഞ്ഞ ദിവസം ജൂതന്മാരെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കി. തേക്കടിയിൽ അവിടെ ഒരു കാശ്മീരികളായിട്ടുള്ള ആളുകൾ ജൂതന്മാരായിട്ടുള്ള കുറച്ച് ആളുകളോട് വളരെ മോശമായിട്ട് പെരുമാറി. അതും മുസ്ലിം തന്നെയാണ്. അതായത് എനിക്കൊന്ന് പറയാനും ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? മുസ്ലിം തന്നെയാണ്. മുസ്ലിം. നൈജീരിയയിൽ ബോക്കോ ഹറാം അവിടെ പ്രശ്നം ആയിക്കൊണ്ടിരിക്കുന്നു. ബോക്കോ ഹറാം ഏത് മതാ? അത് എനിക്ക് അറിയില്ല. ഞാൻ ചിരിച്ചു പോയനെ. അത് ഇസ്ലാമാണ്. അവിടെ യമനിൽ അവിടെ പ്രശ്നം നടക്കുന്നു സൗദിയുടെ നേതൃത്വത്തില്. അവിടെ ഷിയ സുന്നിയാണ്. അത് ഏത് മതത്തിന്റെ പേരില? മുസ്ലിം ആയിരിക്കാം. ധാരണയില്ല. ഇനി നിങ്ങൾ വേറെ മതങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരു 10 പേരിങ് പറഞ്ഞു തന്നോ, ഞാൻ പറഞ്ഞുതരാം ഏതാന്ന്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. മറ്റു മതങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോ? അതെ, നിലവിൽ ഇപ്പൊ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? നിലവില് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മുമ്പ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാനിപ്പോ ഈ പറഞ്ഞതൊന്നും മുന്നത്തെ അല്ല. അതിപ്പോ ഈ കഴിഞ്ഞ ഒരു മാസത്തെ ഒരാഴ്ചത്തെ വിഷയങ്ങൾ മാത്രമേ ഞാൻ പറയൂ. ഇതിപ്പോ ഇന്നലത്തേത് അടക്കമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയൂ. ഇന്നലെ നടന്നതോ അല്ല. ഞാനതാണ് പറയുന്നത്. ഞാൻ കറണ്ട് അഫയേഴ്സ് ആണ് പറയാറുള്ളത്, പാസ്റ്റ് അഫയേഴ്സ് അല്ല. കറണ്ട് അഫയേഴ്സ് പറയുമ്പോൾ അതിനകത്തുള്ള മതം എനിക്ക് പറയേണ്ടി വരും. അത് നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ, പരിഭവമോ വിഷമമോ അതിനകത്ത് ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക, മാറിപ്പോവുക. വേറെ നിങ്ങൾക്ക് കുക്കറി ഷോയോ വല്ല കോമഡി പരിപാടിയോ കാണാലോ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അല്ല, ഞാൻ ചോദിക്കുന്ന മറുപടി തരാൻ പറ്റുമോ നോക്ക്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി.
അതല്ല ഇപ്പൊ തന്നത്. എന്തുകൊണ്ട് ഇസ്ലാമിനെ? ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇസ്ലാം ആയതുകൊണ്ട്. അല്ല അതിപ്പോ എന്നോട് പറഞ്ഞു, ഞാനത് കേട്ടു. ഏതിപ്പോ നിന്റെ കുഞ്ഞുണ്ണിക്കളിന്ന് തീർത്ത് തരടാ ഗോവിന്ദ പട്ടി. ഹലോ, നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. അതല്ല അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ. അതല്ല, നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്തുകൊണ്ട് ഇസ്ലാം, അതിനുള്ള മറുപടി തന്നപ്പോ ഇനിയിപ്പോ എന്താണ് പ്രശ്നം? നിങ്ങളിപ്പോ ഞാൻ ഈ ചോദിച്ച ഓരോ വിഷയത്തിന്റെ പിന്നിലുള്ള ആ മതത്തിനെ എനിക്ക് പറയേണ്ട ആവശ്യമല്ലേ? അത് ഞാൻ പറയണ്ടേ? യെസ് ഓർ നോ? ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം. എനിക്ക് തോന്നണില്ല ഇത് ശരിയാണെന്നുള്ളത്. എന്താണ് ശരിയാവായിക? എല്ലാ മതത്തിലും പ്രശ്നങ്ങളുണ്ട്. അല്ല ഒന്നുമില്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു പോയതാ. എത്ര പെട്ടെന്ന് ആ സമയം പോണ്. കേൾക്കൂ, 10 വിഷയം ഞാൻ പറഞ്ഞു, 10ന്റെയും പിന്നിൽ ഇസ്ലാമാണ്. അവിടെ ഇസ്ലാം പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടെ എന്തിനാ ഞാൻ ഹിന്ദു മതത്തിനെ വിമർശിക്കണം? അവിടെ എന്തിനാ ഞാൻ ക്രിസ്ത്യാനികളെയും വിമർശിക്കണം? എന്തിനാ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത്? എനിക്ക് ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, ബാലൻസ് ചെയ്യണ്ട. ഞാൻ ഹിന്ദു മതത്തിനെ കുറ്റം പറയാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചത് എന്താണ്? എന്തുകൊണ്ട് ഇസ്ലാം മാത്രം പ്രശ്നം ഉണ്ടാക്കുന്നു? അത് തന്നെ. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഇസ്ലാം മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് നിങ്ങളെ തോന്നല് മാത്രമാണ്. പള്ളിയില് ഇന്നാള് ഇമാമിന്റെ തല വെട്ടി, ഇമാമിനെ വെട്ടി. അതേത് മതാ? എനിക്കറിയില്ല ഏത് മതാ. അത് ഹിന്ദു മതല്ലേ? എന്താണ് ഹിന്ദു മതത്തിൽ അങ്ങനെ ഇമാമിന്റെ തല വെട്ടാൻ പറയുന്നുണ്ടോ? അല്ല, അതും ഒരു വർഗീയപരമായിട്ടുള്ള ഇതന്നെയായിരുന്നല്ലോ. ഏത് കിതാബിലാണ് അങ്ങനെ പറയണത്? എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതെല്ലാം കിതാബിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനെ വ്യക്തമായ ഒരു ഉറപ്പില്ലല്ലോ ഇന്ന ആൾക്കാരെ. അപ്പൊ നിങ്ങൾ പറയണതിനൊക്കെ ഉറപ്പുണ്ട്, ഞാൻ പറയണൊന്നും ഉറപ്പില്ല. ഫോൺ വെച്ചിട്ടുള്ളൂ. എനിക്ക് വേറെ പണിയുണ്ട്.